മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ മികച്ച നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. എന്നാൽ BJPയെ സംബന്ധിച്ച് വളരെ വലിയൊരു വിജയം എന്ന് തന്നെ പറയുന്ന തരത്തിലുള്ളൊരു റിസൾട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. വെറുതെ എന്തെങ്കിലും പറയല്ല. 2020 വിഴിഞ്ഞം വാർഡിലെ കണക്കും 2025-26 റിസൾട്ട് വന്ന സമയത്തുള്ള കണക്കും ഞാനന്ന് എടുത്ത് മുന്നോട്ട് വെക്കാം. 2020 ഈ ഒരു വിഴിഞ്ഞം വാർഡില് BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെറും 317 വോട്ട് മാത്രമായിരുന്നു. ആ വിഴിഞ്ഞം വാർഡിലാണ് ഈ 2026 ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുമ്പോ 2437 വോട്ടാ BJP സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. വിജയിച്ചിട്ടുള്ള UDF സ്ഥാനാർത്ഥിക്ക് 2902. വലിയ അന്തരം, വലിയൊരു മാറ്റമൊന്നുമില്ല. ഏകദേശം അടുത്തേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഓരോ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 8ഓളം ഇരട്ടിയാണ് BJPക്ക് വിഴിഞ്ഞം വാർഡില് വളർച്ച ഉണ്ടായിട്ടുള്ളത്. 1, 2 അല്ല, 8ഓളം ഇരട്ടി വിഴിഞ്ഞം വാർഡിൽ BJP വളർന്നു കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലെ വരുന്ന നിയമസഭാ ഇലക്ഷൻ, ആ ഇലക്ഷനിൽ ഓരോ മണ്ഡലത്തിൽ പോലും ഇത്രത്തോളമുള്ള ഇരട്ടിയോ 8 ഇരട്ടിയോടൊന്നും വളരണ്ട. 10,000-20,000 വോട്ട് മാത്രമേ വർദ്ധിക്കാനുള്ളൂ. ഏകദേശം ഭരണത്തിലേക്ക് പോലും BJP എത്തുന്നതിന് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഓരോ മലയാളിയും വന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കോ. ഈ പറയുന്ന വിഴിഞ്ഞം വാർഡിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 62% അവിടെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളാ. ഈ ഒരു റിസൾട്ടില് BJPക്ക് എത്രത്തോളമാണ് കേരളത്തിൽ ജനത സ്വീകരിച്ചത് എന്ന കൃത്യമായ റിസൾട്ടാ. മതഭേദമന്യേ ന്യൂനപക്ഷങ്ങളും വളരെ വ്യക്തമായിട്ട് BJPയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നൊരു കൃത്യമായ റിസൾട്ട് തന്നെയാ ഈ പറയുന്ന വിഴിഞ്ഞം വാർഡിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും അല്ല പറയുന്നത്, കണക്ക് വെച്ചിട്ടാ കാര്യങ്ങള് മുന്നോട്ട് വെക്കുന്നത്. 317 നിന്ന് 2437 വോട്ട് വർദ്ധിച്ചിട്ടുള്ളത്. 8ഓളം ഇരട്ടി. അതും ഒരു ന്യൂനപക്ഷ വോട്ട്, ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള 62%-ലധികം ന്യൂനപക്ഷ വോട്ടുകളുള്ളൊരു സ്ഥലത്താണ് BJPക്ക് ഇത്രത്തോളം വലിയ നേട്ടം. അതും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വെറും 317 വോട്ട് കിട്ടിയ സ്ഥലത്തെ ഇത് വളരെ വലിയൊരു മികച്ച നേട്ട. BJPയെ സംബന്ധിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ റിസൾട്ടാ. കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്, ഇത് കേരളത്തിലെ ബോധമുള്ള സകല മലയാളിയും തിരിച്ചറിയാം. ന്യൂനപക്ഷ വോട്ടുകൾ പോലും BJPയിലേക്ക് വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. പിന്നെ ഇവിടെ കുറെ ആളുകള്, ചില പ്രത്യേക മാധ്യമങ്ങള് വിളിച്ചു പറയുന്നുണ്ട്, ഓ BJPക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ. ഇത് പറയുമ്പോ നമ്മൾ വിചാരിക്കും അല്ലെ, സാധാരണക്കാര് വിചാരിക്കും ഇത് UDFന് 50 അല്ലെ 51, അല്ലെ LDFന് 50 എന്നൊക്കെ. ഈ പറയുന്നവരെല്ലാവരും കൂടിയാലും 50 ആവും. അതായത് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ കൂടിയാലും 50 ആവോ. എന്നാൽ ഒരു സ്വതന്ത്രനെ ഒപ്പം കൂട്ടി BJPക്ക് കൃത്യമായിട്ട് കേവല ഭൂരിപക്ഷം 51 എന്ന നമ്പറിലേക്ക് BJP എത്തിക്കഴിഞ്ഞതാ. അതിലേക്കൊന്നും ഈ ഒരു റിസൾട്ടിന് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല. അതേസമയം BJP കൃത്യമായിട്ട് വളരെ വലിയ രീതിയിൽ വളരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു റിസൾട്ടാണ് വിഴിഞ്ഞത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് ഒക്കെ തന്നെ വന്നിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി വരും, 45 ദിവസത്തിനകം നരേന്ദ്രമോദി വരും എന്നൊക്കെ പറഞ്ഞതിനു കൂടിയാണ് ഈ വിഴിഞ്ഞത്തെ ജനത, അതും ന്യൂനപക്ഷങ്ങൾ പോലും വലിയ രീതിയിൽ BJPക്ക് വോട്ട് ചെയ്യുന്നത്. അതും വികസന പ്രഖ്യാപനങ്ങള് നരേന്ദ്രമോദി വന്നാൽ ഉണ്ടാവുമെന്നുള്ള കൃത്യമായ ധാരണയിൽ തന്നെയാ വിഴിഞ്ഞത്ത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. നരേന്ദ്രമോദി വരുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നതിന് മുമ്പ് മലയാളികൾ ഒരിക്കലും മറക്കാത്ത ചെറിയൊരു ഭാഗം, ആര്യ രാജേന്ദ്രന്റെ ഒരു പരിഹസിക്കല് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 2020 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് പ്രചരണം നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളുടെ പ്രധാനമന്ത്രി, അതായത് BJP അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ
ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് BJPയുടെ ആളുകൾ പ്രചരണം നടത്തിയത്. ഇപ്പോഴും അവർ ആ പ്രചരണം നടത്തുന്നുണ്ടല്ലോ. കേന്ദ്ര നേതാക്കൾ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന വ്യാമോഹത്തോടു കൂടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് വ്യാമോഹം! ഈ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് 1-2 മാസം മുമ്പ് അമൃത ന്യൂസിന് കൊടുത്തിട്ടുള്ളൊരു ഇന്റർവ്യൂവിലാണ്, മാധ്യമത്തിനോട് സംസാരിക്കുന്നതാണ്, എൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ആ സമയത്ത് 2020-ലും നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ BJPയുടെ മേയറെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും പറയുന്നു അതൊക്കെ ഒരു വ്യാമോഹമാണ് എന്ന് പറഞ്ഞ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നു, വരുന്ന ജനുവരി 23-ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേഷൻ ഇലക്ഷനിലേക്ക് ഇറങ്ങിയ സമയത്ത് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനുള്ളിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നുള്ളത് വാക്ക് പാലിച്ചുകൊണ്ട് BJP നരേന്ദ്രമോദി എത്തുന്നു. ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം വലിയ റിസൾട്ട് ആണെന്നോ ഉണ്ടാക്കുക. 45 ദിവസത്തിനുള്ളിൽ ജനുവരി 23-ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തുമ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ VV രാജേഷ് സ്വീകരിക്കും, പൊന്നാട അണിയിച്ചുകൊണ്ട് സ്വീകരിക്കും. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇരുകൈ നീട്ടിക്കൊണ്ട് BJPയുടെ മേയർ സ്വീകരിക്കുന്ന സുന്ദരമായ കാഴ്ച കാണാൻ കേരളത്തിലെ നിഷ്പക്ഷ സമൂഹം, കേരളത്തിലെ ഒന്നടങ്കം ജനതയും കാത്തിരിക്കുക. അതേസമയം ആര്യ രാജേന്ദ്രനും അതേപോലെ തന്നെ സകല മോദി വിരുദ്ധരും മോങ്ങല് തുടങ്ങിയിട്ടുണ്ട് വലിയ രീതിയിൽ. ഇതൊക്കെ ഒരു വ്യാമോഹം എന്നായിരുന്നു ഇത്തരം ആളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. ഇതൊക്കെ തന്നെ യാഥാർത്ഥ്യമാവാൻ പോകുന്നു. ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള സകല മോദി വിരുദ്ധരോടും വളരെ വ്യക്തമായിട്ടൊരു കാര്യം കൂടി എന്ന് പറയാ, 2020-ൽ BJP കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയാൽ BJPയുടെ മേയർ ആയിരിക്കും തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് നരേന്ദ്രമോദിയെ സ്വീകരിക്കുക എന്ന് പറയുമ്പോ ഒരുപാട് ആളുകൾക്ക് പുച്ഛമായിരുന്നെങ്കിൽ കാലമതങ്ങ് തെളിയിച്ചു. 2025-ല് BJP അധികാരത്തിൽ കൃത്യമായിട്ടെത്തി BJPയുടെ മേയർ, തിരുവനന്തപുരത്തെ മേയർ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. നരേന്ദ്രമോദിയുടെ വരവ് എന്ന് പറയുന്നതും വെറുതെ അല്ല കേട്ടോ. കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് ഏത് രീതിയിലുള്ള വികസനങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ഒരു തർക്കവും വേണ്ട. ഇടത് വലത് കേന്ദ്രങ്ങള് ഞെട്ടലോടുകൂടിയാണ് നരേന്ദ്രമോദിയുടെ ആ വരവിന് കാത്തിരിക്കുന്നത്. കാരണം ഇടതിനും വലതിനും ഇവിടെ വികസനം ചെയ്തൊരു പരിചയമില്ലല്ലോ. എന്തൊക്കെയോ പുലമ്പി പോവാ എന്നല്ലാതെ ഒരു വികസനം ചെയ്ത ഒരു പരിചയം ഈ പറയുന്ന ഇടതിനും വലതിനുമില്ല. എന്നാൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വരിക, അവര് ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ത് പ്രഖ്യാപനമാണ് ഉണ്ടാവാൻ പോവുക എന്ന് ആകാംക്ഷയോട് കൂടിയിട്ട് ഇടത് വലത് കേന്ദ്രങ്ങൾ പോലും കാത്തിരിക്കുക. തിരുവനന്തപുരത്തെ ജനത വലിയ പ്രതീക്ഷയിൽ പ്രധാനമന്ത്രി വരുന്നു, ഞങ്ങൾ വിജയിപ്പിച്ചതിന് സമ്മാനമുണ്ടാവുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ. ഒരു തർക്കവും വേണ്ട കേട്ടോ. വിഴിഞ്ഞം വാർഡിലൊക്കെയുള്ള റിസൾട്ട് 8 ഇരട്ടിയിലധികമാണ് വിജയമുണ്ടായത്. ഇതേപോലെയുള്ള വലിയൊരു റിസൾട്ട് തന്നെയാണ് വരുന്ന നിയമസഭാ ഇലക്ഷനിലും BJPക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തുക എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.